എനിക്ക് സൊറാപ്പിട്ട് കഴിക്കണമെന്നുണ്ട്. ഒന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ഞാൻ ഡെലിവറി ഇത് ഓർഡർ ചെയ്യാൻ പോവാ. സൊറാപ്പുട്ട് പറഞ്ഞാൽ സ്രാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം ഉപ്പേരിയല്ലേ? വേണ്ട തിന്നണ്ടാകും വേണ്ട കളഞ്ഞാളെ പുറത്തേക്ക്. നമ്മളെല്ലാരെയും വീട്ടിലുള്ള എല്ലാരെയും ഇങ്ങനെ കല്ലിട്ട് ഇപ്പൊ അപ്പൊ അമ്മയാന്ന് പറഞ്ഞിട്ടില്ലേ ഒരു കണ്ടൂത്രേ കല്ലിട്ട് ഇങ്ങനെ ഇട്ട് കല്ലിട്ടിട്ട് ശപിക്കാം. അത്രക്ക് നശിച്ച ടീമാ. ഇത് നന്നാവാൻ വേണ്ടി വന്നിരിക്കുക. നമ്മുടെ വേണ്ട വേണ്ട നന്നാവണ്ട. ഗേറ്റിന്റെ അവിടെ എത്തിയ ശേഷം പറഞ്ഞാൽ മതി ഇന്ന് വീണിട്ടില്ലാന്ന്. ഇതൊക്കെ കയ്യിലിരിപ്പ് വെറുതെ വീഴും അവള്. Good morning guys, welcome to vlog. ഇന്നൊക്കെ നമ്മള് സൺഡേ ആണ്. സൺഡേ സ്കൂളില്ല, പാർക്ക് പോണം അല്ലേ? ഇന്ന് പാർക്ക് പോണേ. പിന്നെ മൺഡേ സ്കൂളുണ്ട്. ജാളി ഏടിക്കുക. നമ്മക്ക് ഇപ്പൊ വരും ഒരു മുള്ള. ആസ് യൂഷ്വൽ നമ്മുടെ ദോശ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. 9:30 10 മണി ആവാറാകുമ്പോഴാണ് രണ്ടാളും കൂടി ഇരുന്ന് കഴിക്കണത്. കാരണം എണീറ്റ് വന്നത് തന്നെ ഏകദേശം 9-9:30 എണീറ്റ് വന്നിട്ടുള്ളത്. എനിക്ക് സൊറാപ്പിട്ട് കഴിക്കണമെന്നുണ്ട്. ഒന്ന് വാങ്ങിക്കാൻ പറ്റുമോ? ഞാൻ ഡെലിവറി ഇത് ഓർഡർ ചെയ്യാൻ പോവാ. വയറ് ഭയങ്കര വേദന, കഴിക്കണമെന്നുണ്ട്. സൊറാപ്പുട്ട് പറഞ്ഞാൽ സ്രാവ് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു തരം ഉപ്പേരിയല്ലേ? ഞാൻ ഉണ്ടാക്കി തന്നിട്ടുണ്ടല്ലോ 2 വട്ടം, ഓർമ്മ ഉണ്ടോ? കഴിച്ചിട്ടുണ്ട്, ഓർമ്മ ഉണ്ട്. നല്ലതാ. ഏത് കടയിൽ നിന്നാ കിട്ടുക അറിയോ? ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കണം. അഞ്ചപ്പല് ചോദിച്ചു നോക്കണം. ഇല്ലെങ്കിൽ പിന്നെ സ്വിഗ്ഗിയോ സൊമാറ്റോ വഴി നമ്മൾ ഓർഡർ ചെയ്യേണ്ടി വരും. ഒരു വലിയ പ്രോസസ്സാണ് അത് വാങ്ങി വേവിച്ച് അതങ്ങനെ പീസ് ആക്കി ഉണ്ടാക്കണം. മറ്റേ സമയത്ത് ഞാൻ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനമാണ്. ഇപ്പം എനിക്ക് വയറ് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുണ്ട്. ഈ ഭാഗം നിന്ന് ഉണ്ടാക്കാനും കഷ്ടമായിട്ടുണ്ട്. സൂപ്പറായിട്ട് ചൊത്തന് നല്ല ബുദ്ധിയുണ്ട്. സൗണ്ട് കേട്ടിട്ട് ആകെ കൊള്ളാവെന്ന് അറിയാലോ ബാവയ്ക്ക്. ഞങ്ങൾക്ക് ബെല്ലടിക്കണേക്കുണ്ടോ അപ്പുറത്തെ വീട്ടിൽ നിന്ന്, ദേവിയുടെ വീട്ടിൽ നിന്ന്? അവിടെ എന്താ പൂസണിക്ക, അതായത് കുമ്പളങ്ങയൊക്കെ വെച്ചിട്ട് എന്തൊക്കെയോ ഗംഭീര പൂജയൊക്കെ നടക്കുന്നുണ്ടോ? എല്ലാവരും കുറെ പേര് ഇവിടെ വന്നിട്ടുണ്ട്. ആ ചെക്കൻ്റെ കല്യാണം നടക്കാനുള്ള വല്ല മന്ത്രവാദമായിരിക്കുമോ? ആയിരിക്കും. ആയില്ലേ, 35 കഴിഞ്ഞില്ലേ? ഞാൻ വന്ന സമയത്താണ് 33 പറഞ്ഞത്. ഇപ്പൊ 3 കൊല്ലം കഴിഞ്ഞിട്ടുണ്ടാവില്ലേ? 3-4 കൊല്ലായില്ലേ ഇവിടെ വന്നിട്ട്? എതിർ വീട് ദേവി ആൻറ്റി ഇല്ലേ, അവര് വന്ന് തന്നതല്ല, അവര് വീട്ടിലുള്ള എന്താണ് പറഞ്ഞു. ഉണക്കമ്മീൻ്റെ കൂട്ടാനത്ര ഇത് കൂഴാത്ര കൂഴൂത്താത്ര. ആടി മാസത്തില് കൂഴൂത്ത തമിഴര് കൂഴൂത്തും ആടി മാസം. അതിന്റെ ഇതാത്ര ഈ മുറിയുടെ ഉപ്പേരി. ഇതിപ്പോ നമ്മുടെ ശത്രു കൊണ്ട തന്നതാണ്. എന്ത് പറ്റിയാവോ? പ്രാർത്ഥനയും എനിക്ക് ദൈവഭയമൊക്കെ ഉള്ളത് കൊണ്ട് കൊണ്ടുവന്നത്. ആടി മാസാണ്. അപ്പൊ അത് വീട്ടിലുണ്ടാക്കി തമിഴര് ചെയ്യും. അടുത്ത വീട്ടിലുള്ള എല്ലാവർക്കും കൊടുക്കും. ശത്രുവോ മിത്രമോ അവര് നമുക്ക് പാര വെച്ചവരല്ലേ. അതാണ് ഇപ്പൊ എനിക്ക് പേടിയായിരിക്കുന്നത്. റോഡിൽ മുഴുവൻ കല്ലിട്ടിട്ട് നമ്മളെ ഉപദ്രവിച്ചിട്ട് വണ്ടി പോകണ്ട, കഴിക്കണ്ട. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇയാൾ ഈ അവസ്ഥയിൽ ഇരിക്കുന്ന സമയത്ത് അവിടെ കല്ലിട്ട് വെച്ചിട്ട് നമ്മൾ അതിൽ കൂടെ ചാടി മറിഞ്ഞ് എന്താ പറയാ വീണ് ഉരുണ്ട് പോണം. ഇതുപോലെ പ്ലാൻ ചെയ്തവരല്ലേ. ആ കുണ്ടും കൂടി കുഴി കൂടി ഇറങ്ങി പൊക്കോന്ന് പറഞ്ഞ ആൾക്കാരല്ലേ അവര്. എന്തിനാ റോഡ് അടച്ചു കിട്ടുന്നത്? കൊറേ വട്ടം എന്നോട് സംസാരിക്കാനൊക്കെ ട്രൈ ചെയ്തിരിക്കണോ, എന്നെ നോക്കലും. നമ്മുടെ അടുത്തേക്ക് എത്ര വട്ടം അവര് വർത്തനം പറയാൻ വന്നല്ലോ. ഇപ്പൊ നോക്ക്, ഇതൊക്കെ ഞാന് മുഖത്തടിച്ച പോലെ വേണ്ടെന്ന് പറയാനും വയ്യ. പക്ഷെ അവരെല്ലാം തന്നത് വീട്ടില് ബന്ധു ആരുമാണ് വന്ന് തന്നത്. ഞാൻ ചോദിച്ചു എന്താന്ന് വിശേഷം ചോദിച്ചപ്പോ ആടി മാസാണ് കൂഴൂത്താണ്. അവർക്ക് നേരിട്ട് കൊണ്ടു തരാനേ മടി. വേണ്ട തിന്നണ്ടാകും വേണ്ട കളഞ്ഞാളെ പുറത്തേക്ക്. ഈ സ്രാവിന്റെ ഫുഡ് ഞങ്ങളൊന്നും വാങ്ങണം വേണ്ടേന്നേ. കാരണം അമ്മൂന് ഭയങ്കര ക്രേവിങ്സ്, അത് കഴിക്കാൻ ഭയങ്കര ഇഷ്ടം അല്ലേ? അതൊന്ന് നോക്കണം, ഒന്ന് വിളിച്ച് ഇപ്പോഴല്ലെങ്കിൽ രാത്രിക്കെങ്കിലും നോക്കണം. സ്വിഗ്ഗിയിലോ സൊമാറ്റോയിലോ നോക്കാം. നമ്മള് പോയി അലഞ്ഞ് കഴിക്കണം നിർബന്ധമില്ല. ഈ കറങ്ങാൻ പോവാന്നല്ല. വൈകുന്നേരം ഏതായാലും പോണം. ഫ്രൂട്ട്സ് ഇല്ല. ഞാൻ അവരോട് പറഞ്ഞു ഞാൻ ഇതാക്കി തരാം, പാത്രം കൊണ്ടുപോയിക്കോളും. അല്ലല്ല, നിങ്ങൾ പിന്നെ തന്നാൽ മതി. കൈയോടല്ലേ കൊണ്ടുവരാൻ തരാൻ വയ്യ, അതുകൊണ്ട് പിന്നെ കൈയോടെ തരാൻ പറയും. ഇപ്പം ഇല്ലല്ല, പിന്നെ തന്നാൽ മതി പറഞ്ഞിട്ട് പോകും. പിന്നെ ഏത് മുഖത്ത് ഞാൻ പോയി അവരെടുത്ത് കൊടുക്കും? അങ്ങോട്ട് നമ്മൾ കയറി ചെല്ലാനുള്ള സൂത്രമാണ്. നമ്മളായിട്ട് അടുപ്പുണ്ടാക്കാനാണ്. എന്തിനാ ഇവിടെ ഉള്ള സാധനങ്ങൾ മുഴുവൻ എടുത്ത് കൊണ്ടുപോകാൻ? കണ്ണി കേട്ടാണ് മാറി കഴിച്ചാൽ മതി എന്നായിരുന്നു. ശർക്കര ഉണ്ടൊക്കെ കൊണ്ടുപോവുക, അരി ഉണ്ടൊക്കെ കൊണ്ടുപോവുക, വാഷിംഗ് മെഷീനിൽ ഒഴിക്കുന്ന ലിക്വിഡ് ഉണ്ടൊക്കെ കൊണ്ടുപോവുക, ഈ ഇവിടുത്തെ ബൂസ്റ്റ് ഹോർലിക്സ് ഉണ്ടെങ്കിൽ അത് കൊണ്ടുപോവുക. എന്തൊക്കെയാണ് ഫ്രൂട്ട്സ് സാധനങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ്,
അമ്മ എത്ര 12,500 റുപ്യക്ക് മേടിച്ച സാധനത്തിന്റെ പകുതി എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞാല് എന്ത് ഇതാണുള്ളത്? 12,500 റുപ്യക്ക് മേടിച്ച സാധനം ഓർമ്മയില്ലേ ഇയാൾക്ക്? അതെല്ലാം കൂടി ഓക്കെ ഏട്ടാ, പക്ഷെ ഈ അവസ്ഥയാണ് ഞാൻ പറഞ്ഞിട്ടും കൂടി നമ്മളന്ന് പോയിട്ട് വയറ്റിലുള്ള കുട്ടിയെ വരെ അവർ ശപിച്ച് മണ്ണിട്ടിട്ട് പറയുന്നു എന്നൊക്കെയാണ് കേട്ടത്. അത് നമ്മളെല്ലാരെയും വീട്ടിലുള്ള എല്ലാരെയും കുട്ടീനെ അവിടെ ആ റോട്ടിൽ വെച്ചിരിക്കുന്ന കല്ലൊന്നും എടുത്ത് മാറ്റിയിടാൻ പറഞ്ഞു. അത്രയല്ലേ നമ്മൾ ചെയ്തു. ഇങ്ങനെ കല്ലിട്ട് ഇപ്പൊ അപ്പൊ അമ്മയാന്ന് പറഞ്ഞിട്ടില്ലേ ഒരു കണ്ടൂത്രേ, കല്ലിട്ട് ഇങ്ങനെ ഇട്ട് കല്ലിട്ടിട്ട് ശപിക്കാം. അയാള് പറഞ്ഞു ഫ്രണ്ട്സ് വയറ്റിലുള്ള കുട്ടിയെ വരെ പറഞ്ഞിരിക്കണു. എനിക്ക് അത് കേട്ടപ്പോൾ തൊട്ട് എനിക്ക് ആ ബാധിക്ക് തിരിയാനുള്ള മനസ്സ് പോയി. അത്രക്ക് നശിച്ച ടീമാ. ഇത് നന്നാവാൻ വേണ്ടി വന്നിരിക്കുക. നമ്മുടെ വേണ്ട നന്നാവണ്ട, അങ്ങനെ നിന്നാ മതി, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അടുത്ത് എത്ര പൈസ മേടിച്ചിട്ടുണ്ട് അവര്? 1 റുപ്യ തിരിച്ചു കിട്ടിയിട്ടുണ്ടോ? ഇവിടെ ഉണ്ടായതൊക്കെ അവിടെ വെച്ചു, അതിനൊന്നും മുണ്ടിയില്ല, ഒന്നിനും വരാൻ വൃത്തിയില്ല. ഒരു സഹായത്തിന് നമ്മളെ ഉണ്ടായതുള്ളൂ. ആ നമ്മളെ മുഖത്തന്നെ കാര്യം തുപ്പിയവരെ അവര്. നമുക്ക് അവരെ അങ്ങനെ വേണം നന്നായുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ നമുക്ക് കുറ്റമില്ലല്ലോ, അവരല്ലേ കുറ്റം പറഞ്ഞു. നമ്മളെ കൊണ്ട് അവർക്ക് ഉപകാരമുള്ളൂ, അവരെ കൊണ്ട് നമുക്കൊരു ഉപകാരം ഉണ്ടായിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാ ഞാൻ മുണ്ടായിരിക്കണ്ട? ഓരോരുത്തർ അടുത്തല്ല ഒന്ന് വിളിക്കാനും പറയാനും ഒരാൾ വേണ്ടെന്ന് വിചാരിച്ചു മുണ്ടാതെ ശ്രമിച്ചേ. ഞാനും അതെ, അയലോക്കക്കാരല്ലേ, എന്തെങ്കിലും ഒരു ഉപകാരം ഉണ്ടാവില്ലേ ഭാവിയിൽ കരുതി ഞാനും സഹിച്ചു മുണ്ടാതിരുന്നത്. ഒരുപാട് പ്രായമായ ആളുണ്ട്, എന്തെങ്കിലും എമർജൻസിക്ക് ആണെങ്കിൽ അങ്ങോട്ട് പോയി മുട്ടാൻ പറ്റില്ല, ഇവിടെ എല്ലാം ചോദിക്കാൻ പറ്റില്ല ആദ്യം. അതോ ആ ഇത് വിചാരിച്ചിട്ട് ഉണ്ടാകാതിരിക്കായിരുന്നു. എന്താ പഠിക്കാൻ പോണെന്ന് പറയുന്നത്? ഇതാണ് സൊറാപ്പുട്ട്. നോക്കട്ടെ അമ്മ എന്താ ചെയ്യണേ? സൊറാപ്പുട്ട് എന്ന് പറയുന്ന സാധനം അമ്മൂന് ക്രേവിങ്സിൻ്റെ കഴിക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്ന സാധനമല്ലേ. സാധനം ഇപ്പോൾ ഓൺലൈനിലുണ്ട്, സാധനം സ്വിഗ്ഗിയിലുണ്ട്. അപ്പോൾ അത് വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. കാരണം പോയി കഴിക്കൽ ഒരു ബുദ്ധിമുട്ടായിരിക്കും. കാരണം ആ കുട്ടീനെ കൊണ്ട് വൈകുന്നേരം ഒന്ന് പുറത്ത് കറങ്ങാൻ പോകണമെന്ന് പറയുന്നുണ്ട്. 2 വട്ടം കറങ്ങൽ ഈ 5-6 മാസമായ സമയത്ത് കുറച്ച് കഷ്ടമാണ്. അപ്പോൾ വരുത്തിക്കാമെന്ന് വിചാരിച്ചു. സൊറാപ്പുട്ടിൻ്റെ പരിപാടി ക്യാൻസൽ ചെയ്തു. കാരണം 275-80 രൂപയുള്ളൂ. അതിൻ്റെ ഡെലിവറി ചാർജ് ഉണ്ട് 200 രൂപ എക്സ്ട്രാ. ഇത്ര പോകുന്ന പാത്രത്തിൽ മുതലാവൂല. അങ്ങനെ ഒരു കൊള്ളയടിക്കണ്ട. പുറത്ത് പോയിട്ട് നേരിട്ട് കഴിക്കാൻ പറ്റുകയാണെങ്കിൽ, ഇല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കഴിക്കാം. എവിടെ എടുക്കണം? ഇത് സത്യം പറഞ്ഞാൽ ഇവിടുന്ന് നമ്മൾ മത്തൻ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ട് അതിൽ നിന്നുണ്ടായതല്ലേ സാധനം. വാവ്, അത് പൊളിച്ചല്ലോ. പായ്ക്കളൊക്കെ വലിയ ഇഷ്ടമല്ലേ തോന്നുന്നുണ്ട്. അല്ലേ? ചവിട്ടി കേടെടുത്തു, അതിനെന്താ ചെയ്യാ? ചവിട്ടി കേടെടുത്തതിന് ഒരു വഴിയില്ല, അനുഭവിക്കന്നെ. അതെ, ഒന്നും അങ്ങോട്ട് നീക്കി വെക്കാം. പക്ഷേ ഇത് അപ്പുറത്തെ വീട്ടുകാർ കൊണ്ടുപോകും. ഏത്? ഈ വീട്ടുകാർ കൊണ്ടുപോകും. ഒന്നും അത് വന്ന് ചെക്ക് ചെയ്യുന്നുണ്ടല്ലേ, വളർന്ന ഓള് വന്നു പോണതേ. ഒന്നതാട്ടോ, ഇനി ഒന്നും കൂടി ഇതവിടെ അതിന്റെ നടുക്കൊന്ന് ഇതവിടെ. ഇപ്പൊ ഇതാ ഏകദേശം 6 മണിയായി നേരം. ഞങ്ങളിപ്പോ 2 പേരും കൂടി പാർക്കിലേക്ക് പോകാൻ നിൽക്കുകയാണ്. ചൊത്തിനെ പാർക്കിലേക്ക് കൊണ്ടുപോകണം അത്ര. ഇന്നലെ തൊട്ട് പറയാൻ തുടങ്ങിയതാ പാവം. മാത്രമല്ല മാഗി ഇന്നലെ കൊള്ളായല്ലോ, അവൾക്ക് മാഗി കഴിക്കാൻ പറ്റിയിട്ടില്ല. അപ്പം അതിൻ്റെ സങ്കടമുണ്ട്. അപ്പം ഞങ്ങൾ ഏതായാലും പാർക്കിൽ കളിയൊക്കെ കഴിച്ചിട്ട് മാഗി നൂഡിൽസ് കഴിച്ചിട്ട് വരാം അല്ലേ? റെഡിയാണോ? ഒച്ച കേൾക്കുമ്പോൾ നായ നീട്ട് പൊക്കോളന്ന് പോയോ? എന്നിട്ട് എണീറ്റ് വെക്കണു. കുട്ടിക്ക് നല്ല ബുദ്ധി ഉണ്ടല്ലോ. എന്താ സഹനം നോക്കാ. ആരാ പറഞ്ഞു അച്ചട്ടാ അത് പോകുന്നു? അച്ഛൻ പറഞ്ഞിട്ടുണ്ടോ? ഒച്ച ഉണ്ടാക്കി അത് എണീറ്റ് പോകും. നമ്മുടെ കാലിന്റെ ഒച്ച കേട്ടാൽ മതി, അപ്പം എണീറ്റ് പോകും. അതിനാരാ അതിന്റെ പുറത്തിടിക്കും ഗേറ്റിന്ന്. ഇവിടെ ഉണ്ട്, സമോസ ഉണ്ട്, ബജ്ജി ഉണ്ട്, മുളക് ബജ്ജി ഉണ്ട്, വട ഉണ്ട്. പറഞ്ഞേട്ടാ തോന്നിപ്പോ കൊടുക്കുന്നേ. എനിക്ക് ഏതായാലും കുഴപ്പമില്ല, ഇയാളെ ഇഷ്ടം. 2 വട മൊത്തം 2 കഴിക്കോ? 6 പറയാം. 6 വട ഉണ്ടോ? 6 വട. ഹാപ്പിയാണോ? എന്താ കളിക്കാൻ പോണേ നമ്മള്? എവിടേക്കാ പോണേ? പാർക്ക്. പാർക്ക് എവിടെയാ? പാർക്കിലെത്തിട്ടോ. നീ നടന്ന് പോവുകയുണ്ട്. വീഴണ കേട്ടോ, വീണേ ഇല്ല. കഴിഞ്ഞ പ്രാവശ്യം വീണില്ല, പ്രാവശ്യം വീഴാൻ പാടില്ല കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം വീണില്ലല്ലോ, അതിന് മുമ്പത്തെ പ്രാവശ്യം വീണ്. ഇന്ന് മൊത്തത്തിൽ ക്ലൗഡി അല്ലടാ.
ആ പൊക്കോ. അയ്യോ പാവട്ടോ. അവിടെ ചെന്നപ്പോഴേക്ക് സീറ്റ് ബുക്കായി. അവൾക്ക് എപ്പോഴും ഇതുപോലെ പറ്റാറുണ്ട് കേട്ടോ. അപ്പോൾ ചമ്മി പോകട്ടോ. ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് അവിടെ നിൽക്കും കേട്ടോ, കുട്ടികളുടെ കഴിയുന്നവരെ. അതായത് കൈയുടെ സമയത്ത് കൈ പൊക്കി കാണിക്കണം ഞാനെന്ന്. ആ അപ്പോഴല്ലേ കാടുള്ളൂ. അത് എങ്ങനെയുണ്ട്? അവിടെ എത്തിയ ശേഷം പറഞ്ഞാൽ മതി, ഗേറ്റിന്റെ അവിടെ എത്തിയ ശേഷം പറഞ്ഞാൽ മതി ഇന്ന് വീണിട്ടില്ലാന്ന്. ഇതൊക്കെ കയ്യിലിരിപ്പ്. വെറുതെ വീഴും അവള്. അതിനുള്ള വെറുതെ നടന്നാലേ വീണ മുതലാ. ഫോട്ടോ അവിടെ എങ്ങനെ വെക്കണ? ആരെടുക്കും? മതി വയ്യ. അമ്മക്ക് ക്ഷീണാവുന്നുണ്ട് കണ്ടില്ലേ കുമ്പം കൊണ്ട്. ആ പോക്കറ്റിൽ വെക്കണം എന്നാ. ഓക്കെ ഓർഡർ കൊടുത്തതാണ്. ആ ഓർഡർ കൊടുത്തില്ലേ? ഓർഡർ കൊടുത്തിട്ട് എന്താ കേൾക്കാത്താവോ? മഴ പെയ്തില്ലേ? മഴയൊക്കെ പെയ്തു. മഴ നല്ല പെയ്തേ. ഒന്നും ഇവിടെ കാലം പെയ്തു. നൂഡിൽസും എന്താ പറയാ ചില്ലി ചിക്കനും കഴിച്ചു. അതേതാ നിങ്ങൾക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഞങ്ങൾ തന്നെ. നിങ്ങള് കഴിച്ചോ? ഞാൻ കഴിച്ചിട്ടൊന്നും ഞാൻ കാപ്പീൻ്റെ യൂസ് ചെയ്തു. ആ എന്നാ വാ പുറത്തേക്ക് വാ. എനിക്ക് വേണ്ട ഇനിയിപ്പോൾ. വേണ്ടേ? നാളെ മതി. ഞാൻ കാപ്പി കുടിച്ചാൽ മതി. കാപ്പിക്ക് ആക്കാറില്ല. അത് കഴിഞ്ഞു ആക്ക നാളെ മേടിക്കാം. ഇനി ബാക്കിയുള്ളതൊന്നും വാങ്ങിക്കാൻ നേരല്ലേ. എല്ലാരും കൂടി കൂട്ടിയിട്ട് അവിടെ എല്ലായിടത്തും ഇങ്ങനെ ഇറങ്ങിക്കേറി അത് കഷ്ടമാണ്. അപ്പൊ നാളെ മേടിക്കാം കേട്ടോ. കുട്ടി സ്കൂളിൽ കൊണ്ടാക്കി വരുമ്പോക്കെ. മഴ പെയ്തോ? കറക്റ്റ് മഴ പെയ്യാൻ തുടങ്ങിയില്ലേ? 2 സെക്കൻഡ് ഗ്യാപ്പില് നമ്മൾ വീട്ടിൽ കയറി. അങ്ങനെ നമ്മളിതാ ഇറങ്ങി വീട്ടിലെത്തി കയറിയ സമയം 9 മണിയാണ്. അവിടെ വീഡിയോ എന്ത് ചെയ്യാ? വാ വീഡിയോ എന്ത് ചെയ്യാ? വാ. എന്താ കാര്യം പറയാനുള്ളത്? വീട്ടിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചെരുപ്പ് പോരണ്ടേ? പറ. എന്ത് പറയണ്ടേ? അവനോട് അച്ഛൻ പറഞ്ഞല്ലോ ചെരുപ്പ് ഊരൂന്ന്. എന്നിട്ട് എന്താ ഊരഞ്ഞ്? നമുക്ക് വീഡിയോ എന്ത് ചെയ്യാ? എന്നാ വേണ്ടി ചെയ്താ കഴിച്ചു പോന്നു. ഇന്ന് പോയി വന്നു. പിന്നെ അവിടെ ഹാപ്പി ഇവിടെ വന്ന് കടിക്കാൻ നിൽക്കുക. വീട് എന്ത് ചെയ്യാം? നാളെ സ്കൂളുണ്ട് കേട്ടോ. സന്തോഷമാണ്. ആ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുന്നു. ഇഷ്ടം ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റേ വീണ്ടും കാണാം. ബൈ. സബ്സ്ക്രൈബ്